ചിരിച്ചും കളിച്ച് 40 വർഷം കടന്നു പോയെന്ന് അറിയില്ല. ഇന്ന് നമ്മുടെ 40ാമത്തെ വിവാഹവാർഷികമാണ്. ഇനി എത്ര ആളെ ഈ ഭൂമിയിലുണ്ടാവോ? അങ്ങനെ പറയല്ലേ അച്ചായ, മരണത്തിന് പോലും അച്ചായനെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. നിനക്ക് എന്നോടുള്ള വൈരാഗ്യം ഇപ്പോഴും തീർന്നിട്ടില്ലല്ലോ. അതല്ല അച്ചായ, ഈ വർക്കിച്ചില്ലെങ്കിൽ ഈ ത്രേസ്യ കുട്ടി ഇല്ല. ഈ ത്രേസ്യ കുട്ടി ഇല്ലെങ്കിലോ? അതെനിക്കൊന്ന് ആലോചിക്കേണ്ടി വരും. അല്ല, നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്ന എനിക്ക് ഇത് തന്നെ വേണം. നിങ്ങൾക്കറിയോ, എന്നെ ചേച്ചിയെ ഒരേ കുടുംബത്തിലേക്ക് കെട്ടിച്ചു വിടണമെന്നായിരുന്നു എന്റെ അപ്പച്ചാരുടെ അമ്മച്ചിയുടെ ആഗ്രഹം. അത് മതിയായിരുന്നേ, അതാവുമ്പോ ഒരു കൂട് പോലെ നശിക്കുള്ളായിരുന്നു. നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ പറയും, എനിക്കറിയാം. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ പോകുമ്പോഴേ ഒറ്റപ്പെടലിന്റെ വേദന നിങ്ങൾ മനസ്സിലാക്കുള്ളൂ. അത് നീ ഇവിടെ ഇല്ലാത്തപ്പോഴും ഞാൻ ഒറ്റപ്പെടലിന്റെ സുഖമൊക്കെ ഞാൻ അനുഭവിച്ചറിയാറുണ്ട്. നമ്മളെ മക്കളൊക്കെ വരാറായി, നമുക്ക് കട്ടിയുള്ള കേക്കൊക്കെ എടുത്തിട്ട് വാ. നീ ഇവിടെ ചെല്ല്. നിന്റെ അപ്പച്ചനാണ് ഇവിടെ നിൽക്കുന്നത്. ഞാനാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ അപ്പച്ചൻ പോയില്ലേ? ഇല്ല. അപ്പൊ അമ്മച്ചി പോയ അപ്പച്ചി നിങ്ങൾ ആരാ പോയ ശരിക്കും? എന്താ പറ്റിയത്? പിന്നെ എന്തിനാ എമർജൻസി എന്ന് പറഞ്ഞ് വിളിച്ചു വരുന്നത്? ഇവിടെ കത്തിക്കാനായിട്ടൊരു എമർജൻസി ലാമ്പുകൾ അതുകൊണ്ട് വരാനില്ല. നിന്നോട് ഞാൻ പറഞ്ഞോളൂ. നീ ഒറ്റയ്ക്കാണോ ഇങ്ങോട്ട് വന്നത്? വെറോണിക്കനെ കൊണ്ടുവന്നില്ലേ? വെറോണിക്ക അവിടെ തിരക്കല്ലേ? എന്ത് തിരക്ക്? വെറോണിക്ക അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ? എന്ത് പഠിക്കുന്നത്? അവക്ക് ഒരു 10-16 ഭാഷ അവള് കൈകാര്യം ചെയ്യുമല്ലോ. 16 ഭാഷ അറിയാം. നിന്നെ സമ്മതിക്കണോട്ടാ. ഒറ്റ ഭാഷ അറിയാവുന്ന ഇവളുടെ മുമ്പിൽ ഞാൻ എങ്ങനെ പിടിച്ചിരിക്കണമെന്ന് എനിക്കറിയാം. 16 ഭാഷയിലൊക്കെ ഉണ്ട ചീത്ത എനിക്ക് വിഷയമാ. അപ്പച്ചന്റെ മോളല്ലേ, എനിക്ക് ഒറ്റ ഭാഷ അറിയാവുള്ളൂ. നിനക്ക് അതെ, നിന്നെ വിളിച്ചു വരുത്തി വേറൊന്നുമില്ല. അപ്പച്ചന്റെ അമ്മച്ചിന്റെ 40ാമത്തെ വിവാഹവാർഷികമാണ്. അപ്പൊ എല്ലാവരും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ കേക്കൊക്കെ കട്ട് ചെയ്ത് നമുക്ക് നിന്ന് ആഘോഷിക്കണം. മോളിക്കുട്ടിയൊക്കെ ഇപ്പൊ വരും. അയ്യോ, മോളിക്കുട്ടി സതിക്കുട്ടി വന്നു. എവിടെ? സ്നേഹം നോക്കണി. ഇതാണ് നിന്റെ ആങ്ങളെ കണ്ടു പഠിക്കേണ്ടത്. കറുപ്പാച്ചിനെ കെട്ടിച്ചു കൊടുക്കണം ഞാൻ പറഞ്ഞല്ലേ? എന്താ പ്രശ്നം? അതൊക്കെ മോശമായിപ്പോഴാണ്. എന്റെ അപ്പച്ച ഈ ഒട്ടകത്തെ കറങ്ങാൻ ഞാനാ. ഇവിടെ ആ തെങ്ങുമ്പേ കയറണം അറിയാം. വിഷമാണെന്ന് ഇവരെന്താ പണി ചോദിച്ചോ? ഇവര് അമേരിക്കയിൽ എന്നാ പണി ചോദിച്ചു? ഞാൻ സേവ് ന്യൂയോർക്കില് ഡിപ്പാർട്ട്മെന്റില്ല. അവൻ ഓഫീസിലാണ്. സേവ് ന്യൂയോർക്ക് ഡിപ്പാർട്ട്മെന്റ്. കൂത്തുവാറിലെ പണി അറിയാമോ? മൊത്തമൊന്നുമില്ല, ഫുട്പാത്ത് മാത്രം. അതെ, വിളിച്ചു വന്നേക്കാ കാര്യത്താ. അതെ, അപ്പച്ചന്റെ അമ്മച്ചിയുടെ 40ാമത്തെ വിവാഹവാർഷികമാണ്. അതൊന്നും മക്കളായിട്ടൊക്കെ ഞങ്ങൾക്ക് ആഘോഷിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് വിളിച്ചതാണ്. അപ്പൊ ഇനി നമുക്ക് സമയം ഒട്ടും പാഴാക്കണ്ട. കേക്ക് മുറിക്കാം. കേക്ക് മുറിക്കാനുള്ള പരിപാടി. ഉദ്ഘാടനത്തെ പറഞ്ഞിട്ടുണ്ട്. കേക്കിൽ തൊട്ട് പോകരുതോ? ഞാനില്ലാതെ കുമ്പസാരം നടത്തിയാൽ ഞാൻ ക്ഷമിക്കും. കുർബാന നടത്തിയാൽ ക്ഷമിക്കും. ഞാനില്ലാതെ ഫുഡ് അടിച്ചാൽ ക്ഷമിക്കില്ല. ഫുഡിന്റെ പരിപാടി കഴിഞ്ഞില്ല. നീ ദൂരെ പോകുക, നീ ദൂരെ പോകുക. നിന്നെ പോലെ ജീവികളാണ് ഇപ്പൊ വരക്കുന്നത്. ദൂരെ പോകും, ദൂരെ പോകും. അറിയാൻ വവ്വാലല്ല, വക്കീൽ. വവ്വാലിനും വായുണ്ട്, വക്കീലിനും വായുണ്ട്. നീ ഇപ്പൊ വായുവിലൂടെയാണ് പകരുന്നത്. നീ വായടിച്ച് മാറി നിൽക്കുക. അല്ലെ ഞാൻ പോകാൻ കണ്ടപ്പോ തന്നെ മനസ്സിലായി നീ പോത്താണെന്ന്. അഡ്വക്കറ്റുമാരിൽ പോത്തുണ്ടോ? അഡ്വക്കറ്റ് കുഞ്ഞറിയ പോത്തൻ മാക്കാച്ചി പറമ്പ്. എങ്കിൽ അഡ്വക്കറ്റ് മാക്കാച്ചി അങ്ങോട്ട് മാറി നിൽക്കും. അച്ഛോ, ഞങ്ങളുടെ
പോക്കില്ല. ഇത് കട്ട് ചെയ്യാം, കേക്ക് കട്ട് ചെയ്യാം. എന്നാ ഞങ്ങൾ കുറിക്കട്ടെ. സെൻട്രലിൽ നിൽക്കോ, ആ, സെൻട്രലിൽ. ഇങ്ങോട്ട് മാറി നിൽക്കോ, അടുത്ത് നിൽക്കാം, മാറി നിൽക്കാം. രണ്ടുപേരും ദൈവത്തെ നന്നാക്കി ധ്യാനിക്കുക, കത്തിയെടുക്കുക, ഒരുമിച്ച് കത്തിയിൽ പിടിക്കുക, 2 പീസ് കട്ട് ചെയ്യുക. ഒന്നും കൂടി രണ്ടുപേരും ഓരോ പീസ് കയ്യിലെടുക്കും, 2 പീസും 2 കയ്യിലെടുക്കും. പരസ്പരം നോക്കൂ. 40ാമത് വിവാഹ വർഷം ആഘോഷിക്കാൻ പോവുകയാണ്. പരസ്പരം ഈ 2 കേക്കുകളും അടുപ്പിക്കൂ. എന്നിട്ട് എന്റെ വായിലേക്ക് വെക്കൂ. അത് ശരിയാവില്ല. അത് ശരിയാകില്ലേ? ഇതിൽ നിങ്ങൾ പരസ്പരം ഈ കേക്ക് വായിൽ വെക്കൂ, ഞാൻ ഇതെടുത്തോളാം. ഇന്നാടി. നാൽപ്പതാമത് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഈ വർഗീച്ചായൻ, അദ്ദേഹത്തെ കുറിച്ച് ഈ വേളയില്ല, അദ്ദേഹത്തെ കുറിച്ച് 2 വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അച്ഛാ 1 മിനിറ്റ്. വെറോണിക്ക അമേരിക്കുന്ന ലൈവിലുണ്ട്. അല്ല എല്ലാവരും കാണട്ടെ. നിന്നെ വേണ്ട, അമേരിക്കക്കാർ മൊത്തം അറിയട്ടെ. 40ാമത് വിവാഹ വാർഷികം ആഘോഷിക്കട്ടെ, അവർക്ക് ഒരു സന്തോഷമാകട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ ഈ മാന്യനെ, ഈ വർഗീച്ചിനെ പരിചയപ്പെടുന്നത് 1987-ലാണെന്ന് തോന്നുന്നു. 70-ല. അപ്പോൾ 1977. ഞാൻ ഇവിടെ വികാരിയായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് എന്നെ കാണാൻ വേണ്ടി പണിമണിയിലേക്ക് ഈ വർഗീച്ചൻ എന്ന് പറയുന്ന ഈ മാന്യൻ കയറി വരികയുണ്ടായി. ഈ മാന്യൻ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി, എന്തൊരു മാന്യൻ, എന്തൊരു അധ്വാനി, എന്തൊരു തേജസ്. പക്ഷേ അന്ന് രാത്രി തന്നെ ഈ മാന്യൻ വെറും പകൽ മാന്യനാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്റെ കപ്പത്തോട്ടത്തിൽ കയറി കപ്പ കട്ടുപറക്കി നീന്നവനാണ് ഈ വർഗീച്ചൻ എന്ന് പറഞ്ഞ മെലിച്ചാടി. അന്ന് ഞാൻ കപ്പിയാലും കൂടി ഒരു മൽപിടുത്തത്തിലൂടെ ഈ വർഗീച്ചനെ ഞങ്ങൾ പിടിച്ചു, തെങ്ങിൽ കെട്ടിയിട്ട് തല്ലി, നാട്ടുകാരും തല്ലി. പക്ഷേ നിങ്ങളൊന്ന് വിചാരിക്കണം, ഞങ്ങൾ തല്ലി കഴിഞ്ഞു പോയപ്പോൾ ആ കെട്ടിച്ച് കെട്ടിയിട്ട് തെങ്ങിൽ കയറി തേങ്ങ കട്ടവനാണ് ഈ തേങ്ങാക്കൊല്ലൻ വർഗി. അങ്ങനെ കപ്പയും തേങ്ങയും കട്ട് മാന്യനായി 40 വർഷം ആഘോഷിക്കുന്ന ഈ വർഗി പെരിച്ചാടിക്ക് ഞാൻ അനുശോചനം രേഖപ്പെടുത്തുന്നു. ഇതിലും വേറെ ഒരു നീറ്റെടുത്ത് എന്റെ തെങ്ങ്